അനുഭവത്തോടുകൂടി ഇത് ഒരു വലിയ മിഷനാണ്. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ. ഈ പ്ലാനിൽ കാണിച്ചിരിക്കുന്ന മിസ്റ്റർ സമീർ കെ മോഡി, അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യമാണ് ഗർഗർ ആസാദി എന്നുള്ളത്. ആ ഗർഗർ ആസാദി എന്ന ആ മിഷൻ ശരിക്കും ഇന്ത്യയിലെ 147 കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ്. ഇവിടെ സംഭവിക്കുന്നത്, അവർക്ക് ഓരോ ജനങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ മിഷനിൽ പാർട്ടായിക്കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയിലും അവരുടെ പുരോഗതിയിലും ഭാഗവാക്കാകാൻ സാധിക്കുക. അതായത് ഓരോ വ്യക്തികൾക്കും വളരാനുള്ളൊരു സാഹചര്യം ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസില് ഒരു ഗസറ്റഡ് ഓഫീസർ ആയിരുന്നു. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഇന്ന് ഞാൻ ഈ പറയുന്ന പ്രൊജക്ട് എൻ്റെ ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറായേക്കാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാല്, ഇത് തന്നെ കാരണം. ഞാനൊരു ജോലിയിൽ നിൽക്കെ അവിടെ നിന്നുകൊണ്ട് പാർട്ട് ടൈമായിട്ട് എൻ്റെ വൈഫിന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട്, അതായത് ഗർഗർ ആസാദി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫ് വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുത്തു. ഈ ലക്ഷ്യം, ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങളുടെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സക്സസ് നേടിയെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു എന്ന് ഞാൻ പറയാം. ഇൻസ്പയർഡ് ബൈ വിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ, ഡ്രിവൺ ബൈ യു. നമുക്ക് തന്നെ നമ്മുടെ ഈ നേട്ടത്തിലേക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിന്റെ സിഇഒ അല്ലെങ്കിൽ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. ഞാനും കണ്ടത് ഒരു എംപ്ലോയ്മെന്റിൽ നിന്ന് ഒരു ഓൺടർപ്രണർഷിപ്പിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ഒരു എംപ്ലോയിന്ന് ഓൺടർപ്രണർ ആണെങ്കിൽ അത്ര എളുപ്പമല്ല. കാര്യം ഒരു ഓൺടർപ്രണർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെയാണ് ഈ മീറ്റിങ്ങിന്റെ പ്രസക്തി വരുന്നത്. നമുക്ക് വേറെ മറ്റുള്ള ജോലികളെ പോലെയോ ബിസിനസിനെ പോലെയോ വേറെ റിസ്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാം, ഫുൾ ടൈമായിട്ട് ചെയ്യാം. ഞാൻ ഫുൾ ടൈം കാരണം ഞാൻ സർവീസിൽ ഇറങ്ങിയതുകൊണ്ടാണ്. ജോലി ചെയ്യുന്ന പല എന്റെ കൊളീഗ്സും പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കുറെ ബിസിനസ്സുകാരുണ്ട്, അവരും പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ ഫ്യൂച്ചർ വളരെ വലുതാണ്. ആസാദി ഫോർ എവരി ഇന്ത്യൻ. ഓരോ ഇന്ത്യക്കാർക്കും അവരുടെ സമ്പത്തിലും അവരുടെ ആരോഗ്യത്തിലും ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ, ഞാൻ ഇങ്ങനത്തെ ഇത്രയും നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പൊ എന്താണ് എനിക്ക് എന്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ വെൽക്കം ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഞാൻ ഹാർദമായ സ്വാഗതം ചെയ്യാൻ. നമ്മൾ ഹോപ്പ് ടു ഫ്രീഡം. ആ ഫ്രീഡം എന്ന വാക്ക് കേൾക്കുമ്പോൾ വളരെ, നമുക്ക് 47 സ്വാതന്ത്ര്യം ലഭിച്ചു, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെയോ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുക. നമുക്ക് ചെറിയ ഇൻകം ഉണ്ട്, നമുക്ക് കുറേയധികം ജീവിതത്തിലെ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നേടാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഇതാണ് ഒരു കാരണം. അതായത് ഞാനൊരു എംപ്ലോയ്മെന്റിൽ നിന്നുകൊണ്ട് ഒരു ഗസറ്റ് ഓഫീസറായിട്ട് ഞാൻ റിട്ടയർ ചെയ്ത ശേഷവും ഞാൻ പിന്നീടും പറയുന്നു, അവിടെ കണ്ടത് അവിടെ ഒരു ചട്ടക്കൂടിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പരിധി കൂടുതൽ ഒരാൾക്കും വളരാൻ സാധിക്കില്ല. ഒരു എംപ്ലോയിക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല. ഒരു ചെറിയ ബിസിനസ്സുകാരനും ഒരിക്കലും വളരാൻ സാധിക്കില്ല. ഇവിടെ ലിമിറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വളരാൻ പറ്റിയ ഒരു അവസരമാണ്. ഇവിടെ പഠിക്കേണ്ട കാര്യം, നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം, ഒരു സ്വപ്നം നമുക്ക് വേണം. ആ സ്വപ്നത്തിന് സമയപരിധി കൊടുത്താൽ മാത്രമേ അത് ലക്ഷ്യമായി മാറുള്ളൂ. അതിന് ഇത്ര നാളുകൂടി ഞാൻ നേടും തീരുമാനിക്കാം. ഞാൻ പറയുന്നത് 2 to 5 ഇയർ. എന്താണെന്ന് നമുക്ക് ഓരോരോ സ്ലൈഡ് മാറിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ആലോചിക്കും, നമ്മൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സാമ്പത്തികമായിട്ട് നമ്മൾ വെൽ ഓഫ് ആവുക. പൈസയ്ക്ക് വേണ്ടി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതെല്ലാവരും സ്വപ്നമല്ലേ? നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ടോ വരുമാനം കൊണ്ടോ അത് നേടാൻ പറ്റുമോ? പലപ്പോഴും സാധിക്കാൻ വളരെ ചാൻസ് വളരെ വളരെ കുറവാണ്. നമ്മുടെ ഒരു ഡ്രീം ഹൗസ്, സ്വപ്നതുല്യമായ ഒരു വീട് നമ്മൾ എല്ലാവരും ആഗ്രഹവും. ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, നല്ലൊരു സമയം കുട്ടികളുമൊത്ത് ചെലവഴിക്കുക. അത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമേ അതിനെക്കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. റെക്കഗ്നീഷൻ, ഇത് ആഗ്രഹിക്കുക ധാരാളത്. ജനിച്ച് വീണ കുട്ടി തൊട്ട് 100 വയസ്സുള്ള നമ്മുടെ അപ്പൂപ്പന്മാർ വരെ ആഗ്രഹിക്കുന്ന കാരണം അംഗീകാരം കിട്ടുക എന്നുള്ളത്. അത് പലപ്പോഴും കിട്ടാറില്ല. ദെൻ ചാരിറ്റി. ഞാൻ പലപ്പോഴും ഈ ബിസിനസ് വന്ന ശേഷം എല്ലാ വർഷവും ചെറിയ ചാരിറ്റി വർക്കുകൾ ആരും പറയാതെ പോയി ചെയ്യുന്ന വ്യക്തിയാണ്. അതൊരു എന്താ പറയാ, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യേണ്ടത്. അത് കുറച്ച് നമ്മുടെ ഒരു പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ പൈസ കൂടുതൽ ചാരിറ്റി ചെയ്യാൻ പറ്റും. വർക്ക് ലൈഫ് ബാലൻസ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ആണ്. നമ്മൾ ഒരിക്കൽ വർക്ക് ചെയ്തു, നമുക്ക് ആ വർക്ക് ചെയ്ത പ്രവൃത്തി കൊണ്ട് മേ ബി 1 വർഷം 2 വർഷം 5 വർഷം വർക്ക് ചെയ്തു, ആ പ്രവൃത്തി കൊണ്ട് എന്നും വരുമാനം കിട്ടുന്ന ഒരു കാര്യം ആലോചിക്കാൻ പറ്റും. പലപ്പോഴും അത് സംഭവമല്ല. നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് ഒരു ജോലി ചെയ്തിട്ട് നമുക്കിന് പോകാൻ പറ്റിയില്ല, ആ പോകാൻ പറ്റാതിരിക്കുമ്പോഴും വരുമാനം കിട്ടുന്ന കാര്യം ആലോചിച്ച് നോക്കി. അങ്ങനത്തെ ഒരു വലിയ കൺസെപ്റ്റാണ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ്. നമ്മളെപ്പോഴും ലൈഫിൽ അങ്ങനത്തെ ഒരുപാട് രസകരമായ കാര്യം നമ്മൾ കാണാൻ പോവാണ്. ദെൻ ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. ഇന്ന് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കുട്ടികളുടെ വിദ്യാഭ്യാസം. 2 നമുക്ക് ആശുപത്രി ബന്ധപ്പെട്ട കേസുകൾ വളരെ 2 എക്സ്പെൻസീവ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് താളം തെറ്റിക്കുന്ന ഈ ഒരു ഭാഗവും. ദെൻ ഫാൻസി കാർസ്, ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുക. അത് എത്ര ടഫായിട്ടുള്ള കാര്യം ചോദിക്കും. ഒരു എംപ്ലോയിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞാനിപ്പോ പറയാവുന്ന കാര്യത്തിന്റെ പ്രത്യേകത, ഇതിലൂടെ എനിക്കൊരു SUV കാർ വാങ്ങിക്കാൻ പറ്റി. ഒരു 13 ലക്ഷം വരെയുള്ള ഒരു SUV കാർ, സ്മോൾ SUV, വലിയ SUV എന്നല്ല. അപ്പൊ ഞാനൊരു 4 ലക്ഷം രൂപയുടെ സാൻഡ്രോ ഓടിക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ഇത് കണ്ട് വർക്ക് ചെയ്ത് 8 മാസം കൊണ്ട് എനിക്ക് ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചു. ആ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അതേ രസം. ദെൻ വേൾഡ് ടൂർ, ലോകമൊട്ടാകെ. അടുത്ത മാസം നമ്മളെല്ലാവരും കൊലംബിലേക്ക് പോവാണ്. കുറേയധികം ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാരാണ് കൊലംബിൽ പോണത്. കഴിഞ്ഞ വർഷം അത് തായ്ലൻഡിലായിരുന്നു. ആ വർഷം നമുക്ക് പോകാൻ പറ്റി. അപ്പൊ എല്ലാ വർഷവും വിദേശയാത്ര. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. നമ്മുടെ ചെറിയ വരുമാനം കൊണ്ട് ഈ പറഞ്ഞ സ്വപ്നങ്ങൾ പൂർത്തിക്കാൻ എത്ര മാത്രം സാധിക്കും നോക്കുക. ഇവിടെയാണ് ഞാൻ ഈ മീറ്റിംഗിന്റെ പ്രസക്തി. ഘർ ഘർ ആസാദി എന്ന കൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്താ എങ്ങനെ, ആർ യു ലിവിങ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് പണ്ട് ഉപേക്ഷിച്ചു പോയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് അത് നേടണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതെന്താ മാർഗം? ഇനി പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 to 5 year. ഞാൻ ഈ വർക്കിംഗ് വിത്ത് 2 to 5 year ഇൻഫിനിറ്റി പ്ലാൻ. ഈ ഇൻഫിനിറ്റി പ്ലാനിൽ നിങ്ങൾ 2 to 5 വർഷം കൊണ്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾ ടൈം കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തി ഇതിനെക്കുറിച്ച് പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നാല് ഇത് അത്ഭുതകരമായ ലോകമാണ്. എനിക്കിപ്പോഴും അതിന്റെ ആ അത്ഭുതം മാറിയിട്ടില്ല. ഞാനിപ്പോ 5, 6, 7 വർഷമായി ഇപ്പോൾ. കാരണം ഇവിടെ പ്രത്യേകത, നമ്മൾ 2 to 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആബ്സെൻസിലും വരുമാനം കിട്ടുന്ന, നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. അതിനുശേഷം ആബ്സെൻസിൽ വരുമാനം കിട്ടുന്ന കാര്യം ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടരാം, വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം. അങ്ങനെ റിട്ടയർ ചെയ്യാനും വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും? സം വേസ് ടു ഏൺ പാസീവ് ഇൻകം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു നല്ല ബുക്ക് എഴുതി അത് നമ്മൾ പബ്ലിഷ് ചെയ്ത ശേഷം ആ ബുക്ക് ലോകത്ത് എവിടെ വിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ. അത് റീഡിംഗ് ആയിട്ടുള്ള ബുക്ക് അയക്കണം. എല്ലാവരും ഡിമാൻഡുള്ള ബുക്ക് അയക്കണം. ഒരു നല്ല പാട്ട് പാടി, യേശുദാസും ജയന്തനൊക്കെ പാട്ട് പാടി, ആ ബുക്ക് ആ പാട്ട് ഇപ്പോഴും പല ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജയേന്ദ്ര അവരുകള് നമ്മൾ വിട്ടുപോയി. ഇപ്പോഴും ആ പാട്ട് ഭയങ്കര ഹിറ്റായുള്ള കുറെ പാട്ട്. ആ പാട്ടിന്റെ വരുമാനം ഇപ്പോഴും ആ ഫാമിലിയിലേക്ക് പൊക്കൊണ്ടിരിക്കുക. മുഹമ്മദ് റാഫി സാർ അദ്ദേഹത്തിന്റെ മൺമറിഞ്ഞു പോയിട്ടും ഇപ്പോഴും ആ പാട്ടിന്റെ ലോയൽറ്റി, ആ പാസീവ് ഇൻകം ആ ഫാമിലി പൊക്കൊണ്ടിരിക്കുക. അവരെ എഴുത്തുകാർ നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള അവர்களுം അവരെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ നമ്മൾ ആലോചിക്കുക. അവരും മൺമറിഞ്ഞു പോയി. ഇപ്പോഴും അവരെഴുതിയ ബുക്കിന്റെ പാസീവ് ഇൻകം അവർ ഫാമിലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്, നമുക്കൊരു 4 or 5 ബിൽഡിംഗ് ഒക്കെ നമുക്ക് വാങ്ങിച്ചു തരാൻ സാധിക്കുക. അതിന്റെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പണം കൊണ്ട് നമുക്ക് എന്നും വരുമാനം ലഭിക്കും. അതേപോലെ ഒരു കൺസെപ്റ്റാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, 2 to 5 വർഷം ഡയറക്ട് സെല്ലിംഗ് സീരിയസ് ആയിട്ട് ചെയ്ത ശേഷം റിട്ടയർ ചെയ്താലും എന്നും വരുമാനം കിട്ടുക പറഞ്ഞാല് അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ആലോചിക്കും. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ എഫർട്ട് നോക്കാം. നീല ലൈൻ കാണുന്ന എഫർട്ടാണ്. നമ്മൾ ആദ്യം നല്ല എഫർട്ടൊക്കെ എടുത്തു, കാര്യങ്ങൾ പഠിച്ചു, അതിന്റെ സ്കിൽസും അതിന്റെ നോളജൊക്കെ എടുത്തു, പഠനത്തെ കുറിച്ചൊക്കെ പഠിച്ചു. വളരെ വിശാലമായ കുറെ കാഴ്ചപ്പാടിൽ കുറെ കാര്യം പഠിക്കാൻ പറ്റി. ആ പഠിച്ച അറിവ് ഉപയോഗിച്ച് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടാം, നമ്മുടെ കുടുംബത്തിലെ അറ്റ്മോസ്ഫിയർ നന്നാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള 18 കാറ്റഗറി ഉൽപ്പന്നങ്ങൾ അതിനകത്തുണ്ട്.
ഇതിന് ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി ടോട്ടലി ചേഞ്ച് ചെയ്യും. ഞാനൊരു ഉദ്യോഗസ്ഥ ലെവലിൽ നിന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്റെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാക്കി എന്റെ കൊളീഗ്സ് പറയായിരുന്നു നല്ല മാറ്റം ഉണ്ടെന്ന്. അത് മുഴുവൻ ക്രെഡിറ്റും ഈ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് സംഭവിക്കണമെന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം മഞ്ഞ ലൈൻ കാണുന്നുണ്ടോ, ആ മഞ്ഞ ലൈൻ പതുക്കെ പതുക്കെ കൂടാൻ തുടങ്ങണ്ട. 2 വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഇൻകത്തില് ലക്ഷങ്ങൾ രൂപ മാസ വരുമാനം വാങ്ങി നിലനിർത്താൻ പറ്റും. എന്നെ സ്പോൺസർ ചെയ്ത വ്യക്തി ഒരു മാസം പേ ചെയ്യുന്ന GST 5 ലക്ഷം രൂപയാണ്. ഒരു മാസം 30 ലക്ഷം ഏൺ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പറയാൻ കാരണം അപ്പൊ അങ്ങനത്തെ ശക്തമായ വലിയ ലീഡർഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ സ്പോൺസർ വ്യക്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയറാണ് ആയിരുന്ന വ്യക്തിയാണ് മിസ്റ്റർ ഫിലിപ്പ്. ആൻഡ് വൈഫിന്റെ പേര് നീന ഫിലിപ്പ്. അദ്ദേഹമാണെങ്കിൽ ഇതിനകത്ത് ഒരു ഹയർ പ്ലാറ്റ്ഫോം, ഒരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ചീഫ് എഞ്ചിനീയർ വ്യക്തി, അതിന് താഴെ 62ഓളം എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. 4-5 വർഷം കൊണ്ട് അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. കാരണം ഇവിടെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ ഇവിടെ കൂടെ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നത്. അത്രയും നല്ല ഹയർ പ്ലാറ്റ്ഫോം നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സ്പോൺസറുടെ സ്പോൺസർ. ഇത് അദ്ദേഹമാണ് നമ്മൾ മാർഗനിർദ്ദേശി. അദ്ദേഹം ഇന്ത്യയിലെ പല ഭാഗത്തായി 21ഓളം അസറ്റ്സ് വാങ്ങിച്ചിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ അദ്ദേഹം ഹ്യൂജ് റിട്ടേൺസ് വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഇത് ലൈഫ് എൻജോയ് ചെയ്യും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോകുന്നു. അവരുടെ സ്പോൺസർ വ്യക്തി ഡോക്ടർ സുരേഖ ഭാർഗവ, ഡൽഹിയിലുള്ള മാഡമാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയില് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി അവരാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യ ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ലോകത്തില് ഇന്ന് 14ാം സ്ഥാനത്താണ്. 2015 ഇന്ത്യയിൽ ജസ്റ്റ് 3000 കോടി മാത്രം വിറ്റുകൊണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്. അന്ന് ഇന്ത്യ 19ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് 2024 ആയപ്പോഴത്തേക്ക് അത് 22,500 കോടിയിലേക്ക് എത്തി. നമ്മൾ 14ാം സ്ഥാനത്തെത്തി. ഇനി വരുന്ന 5 വർഷം കൊണ്ട് ഇന്ത്യ 5ാമത്തെ പൊസിഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. ഏറ്റവും കൂടുതൽ 147 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇതിന്റെ സാധ്യത വളരെ 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 വലുതാണ്. ഈ സാധ്യത മനസ്സിലാക്കിയാണ് ഞാനിത് 5 വർഷം മുമ്പ് ഇത് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുക. കാര്യം ഇതൊരു പാഷൻ ഫോർ പീപ്പിൾ, കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണത്. ഇനി നമുക്ക് വളരെ വേഗത്തിൽ അതിന്റെ പ്ലാനിലേക്ക് പോകാം. എന്താണ് ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗും വ്യത്യാസം എന്നാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ എന്താണെന്നുള്ള കാര്യം, ഒരു 100 രൂപയ്ക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് തരുന്നത് നമ്മുടെ ആ കടക്കാരന് നമ്മൾ 75 രൂപയ്ക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് ആ ജില്ലയിലുള്ള ഒരു മൊത്ത വിതരണക്കാരനായിരിക്കും. അദ്ദേഹം ലഭിക്കുന്നത് 65 രൂപയ്ക്കാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആ സംസ്ഥാനത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. അദ്ദേഹം ലഭിക്കുന്നത് 45 രൂപയ്ക്കാണ്. മാനുഫാക്ചർക്ക് ചെലവാകുന്നത് കോസ്റ്റ് അടക്കം 35 രൂപയ്ക്ക് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പൊ നോക്കൂ, 100 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുമ്പോൾ ആക്ച്വലി 35 രൂപയ്ക്ക് അതിന്റെ മാനുഫാക്ചർ ലഭിക്കുന്ന പ്രൊഡക്റ്റാണ്. 65 രൂപ ഇത് ആർക്കാണ് പോകുന്നത്? ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്ന തുക. ഇവിടെയാണ് ട്രഡീഷണൽ ബിസിനസ് പ്രത്യേകത. ഡയറക്ട് സെല്ലിംഗ് ആകുമ്പോൾ ആ 65% തുക നമുക്ക് തന്നെ തിരിച്ചു തരുന്നു. ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. നിങ്ങൾ കൊണ്ടുനടന്ന് വിൽക്കുന്ന ബിസിനസ്സും അല്ലത്. അങ്ങനെ ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് മാത്രമാണ്. നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെൽഫ് യൂസ് ദ ഫസ്റ്റ് തിങ്, ദെൻ ഷെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഏറ്റവും ഷെയർ ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവർക്ക് കാര്യം ഷെയർ കൊടുക്കാം. അല്ലെങ്കിൽ ഇത്തരം പരിവർത്തനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇത് വളരെ വേഗത്തിൽ ഇന്ന് 54 ലക്ഷം വ്യക്തികളാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് പാർട്ടായിട്ടുള്ളത്. മൊത്തം 82 ലക്ഷം ഉള്ളൂ. അതിന് 54 ലക്ഷം ഈ കമ്പനിയിൽ വന്നേക്കണം. ഇനി പഠിക്കേണ്ട ലെസൺ എന്നറിയോ? ഇത് എങ്ങനെയാണ് ഇത്രയും വലിയ ഇൻകം വരുന്നത്? ഈ കമ്പനി ഏതാണ്? മോഡി കെയർ, ഇന്ത്യസ് ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി മോദി കെയർ. ഇദ്ദേഹം മിസ്റ്റർ സമീർ കുമാർ മോഡി, ഇദ്ദേഹം അറിഞ്ഞിരിക്കുക മോദി ഗ്രൂപ്പിന്റെ 3ാം തലമുറയിൽപ്പെട്ട വ്യക്തിയാണ്. മോദി എന്റർപ്രൈസസ് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം 1933 ആരംഭിച്ച ഓർഗനൈസേഷനാണ്. അതിന്റെ 3ാം തലമുറ വ്യക്തി ഇദ്ദേഹമാണ് മോഡി കെയർ ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 30/3/1996 സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ഫോമിംഗ് ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. ഇതിനകത്ത് വരുന്ന വ്യക്തികളുടെ ലൈഫ് ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്
ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ മോദി കെയർ എന്ന കമ്പനി ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 30 വർഷമായിട്ട്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ്. ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, മോദി കെയർ ലിമിറ്റഡ് ആണ്. ഇതിന്റെ പാരമ്പര്യം നോക്കി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ആദ്യം കാണുന്ന ഫോട്ടോ മിസ്റ്റർ റായ് ബഹദൂർ ഗുജർമാൽ മോഡി, അദ്ദേഹം 33-ലാണ് പഞ്ചസാര ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പിന്നീട് 27 വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചു. അതിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകിയ വ്യക്തി അദ്ദേഹം. രാജ്യം അദ്ദേഹത്തിന് 68-ല് പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകനാണ് കെ മോഡി. അച്ഛൻ ചെയ്തു വെച്ച ആ 27 വ്യവസായങ്ങൾ മകൻ 120 രാജ്യങ്ങളിലേക്ക് കൊളാബറേറ്റ് ചെയ്തു. അപ്പൊ 120 രാജ്യങ്ങളിലുള്ള അവരുടെ ബിസിനസ് കൊണ്ട്, എക്സ്പോർട്ടിങ് കൊണ്ട് രാജ്യത്തിന് നല്ല വിദേശ നാണ്യം നേടിത്തരാൻ അദ്ദേഹം കാരണമായി മാറി. രാജ്യത്തിന്റെ പുരോഗതിയില് പിന്നെയും മകനും ഗണ്യമായി പങ്കുവച്ചു. ഇന്ന് 90,000 കോടിയാണ് ഈ മോഡി എന്റർപ്രൈസിന്റെ വിറ്റുവരവ്. ആലോചിച്ച് നോക്കുക. അത് അവരുടെ മകനാണ് മിസ്റ്റർ സമീർ മോഡി. സമീർ മോഡി അച്ഛനും അപ്പൂപ്പനും ചെയ്തു വെച്ച ബിസിനസ് അതിന്റെ പാർട്ട്ണർ നിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ സമ്പന്ന അദ്ദേഹമാണ്. 28,000 കോടി അസറ്റുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്. നമ്മൾ ഇന്ന് മോഡി എന്റർപ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മള് മോഡി സെറോക്സ് മെഷീൻ, അതറിയാത്തവരും ഉണ്ടാവില്ല. കോപ്പി എടുക്കുന്ന മെഷീൻ. ആ കോപ്പി എടുക്കുന്ന മെഷീൻ ഈ മോദി ഗ്രൂപ്പിന്. ട്രെയിനിന്റെ സൈഡ് ഗ്ലാസ് മോഡി ഗ്ലാസ്സാണ്. അവർ ഇന്ത്യയിൽ മാത്രമല്ല 72 രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്നതും ഈ മോദി ഗ്രൂപ്പാണ്. മോഡി ടയർ, അങ്ങനെ വലിയൊരു ഭയങ്കര ഏറ്റവും നല്ല ഇന്ത്യയിൽ കിട്ടാവുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റിന്റെ വലിയ ശൃംഖല ഇവരെ കൂടെയുണ്ട്. നമ്മുടെ ഭാഗ്യം സമീർ മോദി സാറും ഇതേ കാര്യമാണ് നമുക്ക് തരുന്ന ആ ക്വാളിറ്റി പ്രൊഡക്റ്റ്. ആ ക്വാളിറ്റി എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം. നമുക്ക് എന്താ നോക്കാം. 18 കാറ്റഗറിയിൽ ഏതാണ്ട് 900-ഓളം പ്രൊഡക്റ്റ് കമ്പനിക്കുണ്ട്. അതിനകത്ത് ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ് അതിനകത്ത് ഏറ്റവും ഹിറ്റിംഗ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഉൽപ്പന്നം ആ ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. ഒപ്പം കളർ കോസ്മെറ്റിക്സ്, ഇന്ത്യയിലെ 3rd റാങ്കുള്ള കളർ ബാർ USA മോദി കെയറിന് സ്വന്തമാണ്. അവര് ആ പ്രൊഡക്റ്റ് നമുക്ക് മോദി കെയർ ലഭിക്കും. മാളുകളിൽ ലഭിക്കുന്ന 1000 രൂപയുള്ള സാധനം നമുക്ക് 300 രൂപയ്ക്ക് ലഭിക്കുക. ആലോചിച്ച് നോക്കി. ഇതാണ് ബ്യൂട്ടി. സ്കിൻ കെയർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫുഡ് ആൻഡ് ബെവറേജസ്, നമുക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള പാചകം ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും. അടുത്ത മാസം പയറും പരിപ്പും അടക്കം അതും എല്ലാ പ്രൊഡക്റ്റിനും പ്രത്യേകത 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ഒരു കടയിലും കിട്ടാത്ത കാര്യം. അപ്പൊ നിങ്ങൾ ഈ ഷോപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോപ്പ് മാറുന്നതിലൂടെ വരുമാനം ലഭിക്കുകയാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ പുറത്തെ കടയിൽ പോയി വാങ്ങിച്ചാൽ നമുക്ക് വരുമാനം ലഭിക്കുന്നില്ല. ഇവിടെ വരുമാനം നമുക്ക് ലഭിക്കുക, വേറെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. ദെൻ പേഴ്സണൽ കെയർ, വ്യക്തിത്വ ശുചിത്വം വഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ, പേസ്റ്റ്, ബ്രഷ് ഐറ്റംസ് എല്ലാം, സോപ്പ് എല്ലാം. ആ സോപ്പിന്റെ പ്രത്യേകത എടുത്തു പറയാണ്. TFM 76 എന്ന് പറഞ്ഞാൽ ഒരു സോപ്പിന്റെ, കുളിക്കുന്ന സോപ്പിന്റെ ഹയസ്റ്റ് ഗ്രേഡ് 1 സോപ്പാണ്. ആ ഗ്രേഡ് 1 സോപ്പാണ് നമ്മുടെ ഉള്ളത്. അതിന് വില 48 രൂപ. ഗ്രേഡ് 2 സോപ്പാണ് നമ്മൾ പുറത്ത് മാർക്കറ്റുള്ളത്. അതിന് വില 69 രൂപ. ഗുണനിലവാരമുള്ള, സ്കിന്നിന് യാതൊരു ഡാമേജ് ഉണ്ടാക്കാത്ത ഗ്രേഡ് 1 സോപ്പ് ഉപയോഗിക്കാനുള്ള ഭാഗ്യം മോദി കെയറിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ആ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ പല്ലിന് വർഷങ്ങളായിട്ടുള്ള, എന്റെ 10 വർഷം പഴക്കമുള്ള പല്ലിന് പുളിപ്പ് മാറാൻ സഹായിച്ചത് ഈ പേസ്റ്റാണ്. അപ്പൊ നമുക്ക് ക്വാളിറ്റിയാണ് പറയുന്നത്. ലോണ്ടറി കെയർ, ഈ ചെടി നനച്ച ശേഷം ഈ ചെടിക്ക് കൊണ്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തുണി കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആലോചിച്ച് നോക്കുക എന്താ അതിന്റെ ക്വാളിറ്റി. എൻസൈം ബേസ്ഡ് ആണ്, കെമിക്കൽസ് ഇല്ല. ഹോം കെയർ, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്, അത് ഇതുപോലെ കെമിക്കൽസ് ഇല്ലാത്ത വണ്ടർ ടോപ്പ്. കൊച്ചിയിലുള്ള ഒരു 4 ജയിച്ചു 5 തോറ്റ ഒരു ജെസ്സി പീറ്റർ ഉണ്ട്. ആ ജെസ്സി പീറ്ററാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്നത് നേടി. ഞാൻ പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത അവരും, നേരത്തെ പറഞ്ഞ ദിലീപ് സാറും ഡോക്ടർ സുരേഖമാണ് ചാർട്ടർ അക്കൗണ്ടാണ്. എല്ലാവരും ഒരേപോലെ ചെയ്യാൻ കാരണം എന്താ? ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ക്ലാസ് മാസം എല്ലാം ഒരേപോലെ ചെയ്യാൻ പറ്റുന്നത്. അഗ്രികൾച്ചർ, കൃഷിയിൽ 42% വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നമാണ് അഗ്രികൾച്ചർ. ദെൻ ഓട്ടോ കെയർ,
നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് അതിന് പെയിന്റ് പോകുന്ന പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ ജ്വല്ലറി, നമുക്ക് 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ്സ്, ഗംഭീരമായ ഓർണമെന്റ്സ്. ദെൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്. അതിനകത്ത് എടുത്തു പറയേണ്ട സാധനം ഷേപ്പ് ഷിഫ്റ്റ് എന്ന പ്രൊഡക്റ്റാണ്. എന്റെ വണ്ണം കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസം കൊണ്ട് 9 കിലോ കുറയ്ക്കാൻ സാധിച്ചത് ഈ പ്രൊഡക്റ്റ് കൊണ്ടാണ്. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ച് മാസം ഒരു കേരളത്തിലെ മോദി കെയർ ടീമിന്റെ ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റി. ബാംഗ്ലൂർ എതിരിട്ടത് ആന്ധ്രയും തമിഴ്നാടും അതുപോലെ കർണാടകയായിരുന്നു. അപ്പൊ കളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ബോഡി ഫിറ്റാക്കി എടുക്കാൻ സഹായിച്ച പ്രൊഡക്റ്റാണ് ഷേപ്പ് ഷിഫ്റ്റ്. ബ്യൂട്ടി കെയർ, അതിനകത്ത് ആ ബ്യൂട്ടി കെയറിനകത്ത് ഇപ്പോ നമുക്ക് പേഴ്സണൽ ഉപയോഗിക്കുന്ന ഊതിന്റെ അതുപോലെ മുടി സംരക്ഷിക്കാൻ ആവശ്യമുള്ള, ത്വക്ക് സംരക്ഷിക്കാൻ ആവശ്യമുള്ള വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ്. ദെൻ ഡിവൈൻ, ചന്ദനത്തിരികൾ. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് കമ്പനികൾ. ഈ ഉൽപ്പന്നങ്ങളകത്ത് ചവനപ്രാശം 215 രൂപയാണ് MRP വരുന്നത്. അതിനകത്ത് 40-40ലധികം പോഷകങ്ങൾ ആയുർവേദ പ്രൊഡക്റ്റ് ചേർന്ന പ്രൊഡക്റ്റ്. അത് നോനി ജ്യൂസ്, അലോവേറ ജ്യൂസ്, അമല ജ്യൂസ്, കരള ജാമൻ ജ്യൂസ്. ഈ കരള ജാമൻ ജ്യൂസ് കഴിച്ചതിന് ശേഷം എന്റെ ഷുഗർ ലെവൽ കൺട്രോളായി. 5 വർഷം ഉണ്ടായ ഷുഗർ ലെവലിനെ 3 മാസം കൊണ്ട് കൺട്രോൾ സാധിച്ചത് ഈ കരള ജാമൻ ജ്യൂസ് കൊണ്ടാണ്. ഞാൻ ആരോഗ്യ മേഖലയിലെ സൂപ്രണ്ടാണ്. ഞാൻ എങ്ങനെ ഇത് ആരോട് പറയും? എനിക്കറിയാവുന്ന പലരോടും പറഞ്ഞു. ഇപ്പൊ മുട്ടുവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസമിൻ അതിശയിപ്പിക്കുന്ന കാര്യം. നമ്മൾ നഷ്ടപ്പെട്ടു പോയ കാറ്റലേജ് വന്നിട്ടാണ് നമുക്ക് മുട്ടിന് തേയ്മാനം, കഴുത്തിന് വേദന, ഓരോ ഭാഗത്തും ജോയിന്റ്സിന് പെയിൻ വരുന്നത്. ആ ജോയിന്റ് ഹെൽത്തിനെ സംരക്ഷിക്കാനുള്ള പ്രൊഡക്റ്റാണ് ഇതിനകത്ത് കാണുന്ന ഗ്ലൂക്കോസമിൻ എന്ന പ്രൊഡക്റ്റ്. അവർക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ അടക്കം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇതിന്റെ ഫുഡ് സപ്ലിമെന്റിന് സാധിച്ചു, പോഷകാഹാരങ്ങൾക്ക് സാധിച്ചു. പഠിക്കേണ്ട ലെസൺസ് ഉണ്ട്. അതായത് നമുക്ക് അസുഖം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം പോഷകാഹാരങ്ങളുടെ കുറവാണ്. ആദ്യത്തെ കാര്യം. 2, കുടിക്കുന്ന വെള്ളം. നമ്മള് അസിഡിക്കാരുടെ വെള്ളം കുടിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കമ്പനി ആൽക്കലൈൻ പിക്ചർ എന്ന് പ്രൊഡക്റ്റ് തന്നുണ്ട്. ഇത് നമുക്ക് ആൽക്കലൈൻ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. തിളപ്പിച്ചാറ്റി വെള്ളം അതിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ അരിപ്പിൽ കടന്നു വന്നാല് അത് ആൽക്കലൈൻ ആയിട്ട് മാറും. ഇത് ബോഡിക്ക് നല്ലതാണെന്ന് മാത്രമല്ല ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. അതുപോലെ ശ്വസിക്കുന്ന വായു സ്ഥിരീകരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് എയർ പ്യൂരിഫയർ നമുക്ക് ലഭ്യമാണ്. ദെൻ സ്ട്രെസ്, നമുക്ക് ടെൻഷൻ, അമിതമായിട്ടുള്ള ടെൻഷൻ. ഈ ടെൻഷൻ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരവും ഈ പോഷകാഹാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആരോഗ്യം മെച്ചപ്പെടുന്നത്. കാരണം ഇതിനകത്തൊന്നും മരുന്നൊന്നുമില്ല. ഇതെല്ലാം സായുർവേദിക്ക, സയൻസും ആയുർവേദം ചേർന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഇതിന്ന് ഇന്ത്യയില് ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. നിരവധി പേരുടെ പല പ്രശ്നങ്ങൾക്കും, വെരിക്കോസ് അടക്കം, തൈറോയ്ഡ് അടക്കം, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ പോഷകാഹാരം ഡെയിലി കഴിക്കുന്നതോടെ അവർക്ക് മാറി കിട്ടുന്നുണ്ട്. അപ്പൊ അത് പറയുമ്പോ ഞാൻ ആ മേഖലയിൽ വന്നുകൊണ്ട് എനിക്കറിയാം അതിന് വലിയ പ്രാധാന്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് കൃഷിയില് ഗണ്യമായ മാറ്റം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാർഷിക കോളേജില് 82 പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. കൃഷിയില് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കെമിക്കൽസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് മോദി കെയർ. ആക്ടിവേറ്റർ ആണ്, വെറ്റർ ആണ്, സ്പ്രെഡർ ആണ്. ഇത് ഹോം കെയർ, കുട്ടികളുടെ എല്ലാ ക്രീമുകളും, നാച്ചുറൽ ആയിട്ടുള്ള വാഷ്മേറ്റ്, ഫ്രീഡം സാനിറ്ററി നാപ്കിൻ, ലേഡീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ കോട്ടൺ വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം പ്ലാസ്റ്റിക് ബേസ്ഡാണ്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്, ഫ്രീഡം സാനിറ്ററി നാപ്കിൻ. ഇത് ഫുഡ് ആൻഡ് ബെവറേജിനകത്ത് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഇതും ഇന്ന് ജനങ്ങളിൽ ചർച്ചാ വിഷയമാണ്. ഷുഗർ ഇല്ലാതിരിക്കാൻ ഡയബറ്റിക് റൈസ് വരെ ഉണ്ട്. ആന്ധ്രയില് ഇതിനുവേണ്ടി തന്നെയാണ് ആ റൈസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ വെളിച്ചെണ്ണ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ഇരിഞ്ഞാക്കുടയിലാണ്. അത് ആ തേങ്ങ കൊണ്ടിരുന്ന കുറ്റ്യാടിയിൽ നിന്നാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ആ വെളിച്ചെണ്ണ ഉണ്ടാക്കിയത്. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കേരള മാർക്കറ്റ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സംഗതികളുണ്ട്. അതിന് മസാലകള്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒരു കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, നമുക്ക് സ്റ്റീവിയ, പഞ്ചസാര വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. പഞ്ചസാര വളരെ അപകടകാരിയാണ്. ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണം പഞ്ചസാര ആണെന്ന് പലർക്കും അറിയില്ല.
ഇത് സ്റ്റീവിയാണ്, മധുര തുളസിയുടെ എക്സ്ട്രാക്ട് ആണ്. പിന്നെ ചായപ്പൊടി, കാപ്പപ്പൊടി. ഇപ്പൊ കെമിക്കൽസ് ഇല്ലാത്ത നെയ്യും തേനും അടക്കമുള്ള തവിടനെ അടക്കമുള്ള ഏഷ്യയിലെ ഏറ്റവും നല്ല മികച്ച തവിടനെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ ക്വാളിറ്റിയാണ് എന്നെ അതിശയപ്പെടുത്തിയത്. ആ കടയിൽ നിന്ന് മാറി നമ്മൾ ഇതിലേക്ക് കട ഉപയോഗിച്ചപ്പോ ഇപ്പൊ 1000 പരിപ്പും കടലേക്ക് അടുത്ത മാസം വരുന്നു. അതും പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മടക്കി കൊടുത്താല് പണം വഴി തിരിച്ചു തരും. ഇത് എന്നെ ഇതിലേക്ക് ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകവും. 100% മണി ബാക്ക് ആയിരുന്നു. സോ അപ്പൊ നമുക്കൊരു ഐഡിയ എടുക്കാൻ വേറെ ഒന്നുമില്ല. ഇവിടെ പേര്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഐഡിയ എടുക്കാം. അതുകൊണ്ട് നമുക്ക് പ്രിഫേർഡ് കസ്റ്റമർ ആകാം. അല്ലെങ്കിൽ നമുക്ക് ഈ വാച്ച് ഉണ്ട്, ഈ വാച്ച് എന്റെ വാച്ച്, ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് ഇതാണ്. അപ്പൊ സമീർ മോദി വാച്ചാണ് ഇത്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് എന്റെ കയ്യിലുണ്ട്. അത്ര ടോപ്പ് ക്വാളിറ്റീസ് ആണ്. അപ്പൊ അതിലൊക്കെ നമുക്ക് 33% വരെ കുറച്ച് ലഭിക്കാൻ. മൊബൈലിലെ ഒട്ടിച്ചുകൊണ്ടുള്ള ബാക്കിൽ ഒട്ടിക്കേണ്ട ഒരു ചെറിയ എൻവിറോ ചിപ്പ് ഉണ്ട്. ഇത് ഒട്ടിച്ചു വെച്ചാല് നമുക്ക് കോൺസ്റ്റന്റ് വേവ്സിനെ റാൻഡം വേവ്സ് ആക്കി തരും. ഇപ്പൊ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, വണ്ണം കുറയ്ക്കാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ്, ഫാറ്റ് 9 കിലോ കുറയ്ക്കാൻ സഹായിച്ച പ്രൊഡക്റ്റ്. ഇത് ഷിഫ്റ്റ് ലൈഫ് എന്ന റേഞ്ച് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത 10ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ BP കൺട്രോൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ലിവർ ഫംഗ്ഷൻ കറക്റ്റാക്കി തരുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മുടെ ശ്വാസം മുട്ട് മാറുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അത് 460 രൂപയുള്ളൂ. റെസ്പിറേറ്ററി കെയർ 10 വർഷം പഴക്കമുള്ള ചുമയും ശ്വാസം മുട്ടും അലർജിയും കഫക്കെട്ടൊക്കെയാണ് ആ ചെറിയ പ്രൊഡക്റ്റ് മാറിയേക്കുന്നത്. വയറിന്റെ പ്രശ്നമുള്ള ആൾക്കാർ, വയറിന് സ്ഥിരമായ പ്രശ്നമുള്ള ആൾക്കാർക്കുള്ള ആ വയറിന്റെ നല്ല അണുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗംഭീര പ്രൊഡക്റ്റ്. ഇതൊരു ക്വാളിറ്റി റേഞ്ചിൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഒരു സ്പെഷ്യൽ പി പ്രോട്ടീൻ ഉണ്ട്. പി പ്രോട്ടീൻ അത് 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ പറ്റിയ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പറ്റിയ എല്ലാം വേണമെങ്കിൽ പ്രൊഡക്റ്റ്. ഈവൻ തൈറോയിഡുള്ളവർ കൂടി ഈ പ്രോട്ടീൻ കഴിക്കാം. നമുക്ക് പഠിക്കേണ്ട വിഷയമാണ് ഇത്. ഇന്ന് ഞാനിപ്പോ ഉപയോഗിച്ച് കുറച്ച് മുമ്പ് ഉപയോഗിച്ചാണ് ഊതിന്റെ ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം എനിക്കിത് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് വരുമാനം കിട്ടും. ഇതിന് കുളിച്ചാലും പാത്രം കഴിയാലും അലക്കിയാലും നമുക്ക് വരുമാനം കിട്ടും എന്ന് പറഞ്ഞാൽ എത്ര ആവേശകരമായ, എത്ര റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയ എന്ന് ആലോചിച്ച് നോക്കി. പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുക. സോൾസപ്പ് ഇത് അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഗംഭീര മെറ്റീരിയൽ ആണ്. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക്കിൽ വിഷാംശങ്ങളുണ്ട്. ഈ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലെ വായു മുഴുവൻ പുറത്തേക്ക് നീക്കം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ സോൾട്ട് ഷെഫ് എന്ന റേഞ്ചിൽ ഇറക്കിയേക്കുക. ഒരു 100 വർഷം വെച്ചാലും ആ ഭക്ഷണം ചീത്താവില്ല. നമുക്ക് കേൾക്കാൻ രസമുണ്ടല്ലേ. എന്താണ് ഇതിന് പാട്ടാൻ നമുക്ക് പറ്റിയ ചാൻസ്? ഒന്ന്, നമുക്ക് വെറുതെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ പ്രിഫേർഡ് കസ്റ്റമർ ആകണം. പേരും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം മതി. നിങ്ങൾക്ക് ഐഡി എടുത്ത് പ്രിഫേർഡ് കസ്റ്റമർ 8 നമ്പർ കിട്ടും. അത് വെച്ച് വാങ്ങിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് മുഴുവൻ കിട്ടും. രണ്ടാമത്തേത് ബിസിനസ് അഡ്വൈസർ ആകാം. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് പല സംസ്ഥാനങ്ങളും, എനിക്കിപ്പോ 10-11 സ്റ്റേറ്റില് എന്റെ ബിസിനസ് ഞാൻ പതുക്കെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്ത്യ ഒട്ടാകെ എത്തിക്കണം. അതിനുള്ള യാത്രയിലാണ്. ഇത് വളരെ രസമാണ്. ആൾക്കാർക്കെല്ലാം പ്രൊഡക്റ്റ് വേണം. അത് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ അപ്പം തന്നെ വീട്ടിൽ കിട്ടും. 2 ദിവസം വീട്ടിൽ കിട്ടും. ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലക്കും ഇതിന്റെ സപ്ലൈ ഉണ്ട്. 15,000 സ്ഥലത്ത് സപ്ലൈ ഉണ്ട്. അപ്പൊ സാധനം ഇന്ന് ഓർഡർ ചെയ്താൽ 2 ദിവസം കിട്ടുന്നുണ്ട്. ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ടയിലും എല്ലാം ബിസിനസ് വന്നു കഴിഞ്ഞു. 15 സ്റ്റേറ്റിൽ. ഞാൻ പറയാൻ എനിക്ക് അഭിമാന പ്രശ്നം പറയാം. അപ്പൊ ഗർഗർ ആസാദ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്ക് നമ്മൾക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതിശയകരമായ, അത്ഭുതകരമായ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ദെൻ എന്താ ബെനിഫിറ്റ് ലഭിക്കുക? 50% നമുക്ക് ഈ പ്രിഫേർഡ് വെറുതെ കസ്റ്റമറായിട്ട് ബെനിഫിറ്റ് ലഭിക്കും. 1, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ്. 2, റീസണബിൾ പ്രൈസ്. 3, 100% മണി ബാക്ക് ഗ്യാരണ്ടി, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുതി കൊടുക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കണം. പൊട്ടിക്കാതെ പറ്റത്തില്ല. പൊട്ടിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടക്കി കൊടുത്താല് പണം കൂടി തിരിച്ചു തരും. ഇതൊക്കെ കേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. അതാണ് എന്നെ അതിശയപ്പെടുത്തിയത്. ദെൻ ഓൺ എവരി പർച്ചേസ് 10% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഓൾ പ്രൊഡക്റ്റിനും 30% ഡിസ്കൗണ്ട് ഉണ്ട്. മോദിക്ക് ലോയൽറ്റി ബോണസ്. എന്താ ലോയൽറ്റി? 6 മാസം നിങ്ങൾ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. സ്ഥിരമായിട്ട് 6 മാസം വെച്ച് 7ാമത്തെ മാസം നിങ്ങൾ ആ 6 മാസം വാങ്ങിച്ചതിന് ആവറേജ് 1 മാസം ഫ്രീ തരും. മാക്സിമം 10,000 വരെ. ഈ 12 മാസം ഉപയോഗിച്ചു, നിങ്ങൾക്ക് ലോയൽറ്റി പ്ലസ് കിട്ടും. അപ്പൊ അതിന് 12ാമത്തെ മാസം 13ാമത്തെ മാസം നിങ്ങൾക്ക് പിന്നെ 2 മാസം പ്രൊഡക്റ്റ് പിന്നെയും ഫ്രീ കിട്ടും. അപ്പൊ മൊത്തം 30,000 രൂപയുടെ പ്രൊഡക്റ്റ് വരെ ഫ്രീ കിട്ടും. ഈ പ്രൊഡക്റ്റ് വേണ്ട,
എനിക്ക് മ്യൂസിക് സിസ്റ്റം മതി, എനിക്ക് അത് മതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് സിസ്റ്റം വേണം, ഗ്രൈൻഡർ വേണം, മിക്സർ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ ഓപ്ഷനിൽ പോകാം. ബ്രാൻഡ് ഐറ്റംസിന്റെ അത് വാങ്ങിക്കാം. അത് ലോയൽറ്റി പ്ലസ് കിട്ടുന്ന ബെനിഫിറ്റ്. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കണം, കാര്യം പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ഇവിടെ നോക്കി, MRP 3600 ഉള്ള വിലയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 3000 ലഭിക്കും. അപ്പോ ഡിസ്കൗണ്ട് എത്ര? 600 രൂപ. ഫ്രീ പ്രൊഡക്റ്റ് 300 രൂപ. അത്രയും 300 10,000 പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ തരും എല്ലാ പ്രാവശ്യവും. 15,000 നിങ്ങൾ പർച്ചേസ് ചെയ്യണോ, അത്രേ ഉള്ളൂ. ലോയൽറ്റി 25,000 നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പൊ അതിന്റെ 6 മാസം പ്രൊഡക്റ്റിന് ഒരു മാസം ആവറേജ് നോക്കുമ്പോൾ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് 3000 ആണെങ്കിൽ 60 രൂപ ഉണ്ടാ. 3000 ഡിവൈഡ് ബൈ 6 നോക്കുക. 600 രൂപ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ സെറ്റ് ആവുന്നുണ്ട്. 6 മാസം കഴിഞ്ഞാൽ തരുള്ളൂ. 6 മാസം നമുക്ക് 3000 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അങ്ങനെ ടോട്ടൽ നോക്കി പർച്ചേസ് ചെയ്യാത്ത നമുക്ക് 3600 MRP ഉള്ള സാധനം 3000 രൂപ കിട്ടിയത്, നമുക്ക് മൊത്തം ബെനിഫിറ്റ് കിട്ടിയത് 1500 രൂപ. ഇതാണ് പഠിക്കേണ്ട ലെസൺ. ഇതാണ് എന്നെ ആകർഷിക്കുന്നത്. നമ്മുടെ ചെലവ് നമുക്ക് 50% വരവായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആകർഷണയോട് തോന്നും. ഓക്കെ, ഇനി നോക്കാം. അഡ്വൈസർ ആണെങ്കിൽ എന്ത് കിട്ടും? അഡ്വൈസർ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ 11 ബെനിഫിറ്റ് കൂടെ എക്സ്ട്രാ ലഭിക്കുക. പർച്ചേസ് ചെയ്യുന്ന പ്രിഫേർഡ് കസ്റ്റമർക്കാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രം ഉദ്ദേശമുണ്ടെങ്കിൽ അത് ചെയ്യാം. ബിസിനസ് വികസിപ്പിക്കണം, വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ഈ 11 തരം വരുമാനം നമുക്ക് ലഭിക്കും. സേവിംഗ് കൺസംഷൻ, ആക്ടിവേഷൻ ബോണസ് 15%, ഡയറക്ടർ ബോണസ് 17%, വെഹിക്കിൾ ബോണസ് 3%, അങ്ങനെ അങ്ങനെ ബ്ലൂ ഡയമണ്ട് ബോണസ് വരെ, റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട് ബോണസ് ലഭിക്കും. അപ്പോ നമുക്ക് വെറുതെ ഡ്രീം ഇൻകം മാത്രമല്ല, ഡ്രീം ലൈഫ് സ്റ്റൈലിലൂടെ കമ്പനി തരിക. വെഹിക്കിൾ ബോണസ്, വണ്ടി വാങ്ങിക്കാനുള്ള ബോണസ്, നാഷണൽ ട്രാവൽ ബോണസ്, ഇന്ത്യ ഒട്ടാകെ കറങ്ങാനുള്ള ബോണസ്. കഴിഞ്ഞ മാസം ഞങ്ങള് ബാംഗ്ലൂർക്ക് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാം നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് വയനാടേക്ക് മാറ്റി. അവിടെ ഗംഭീരമായ ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ 2 ദിവസം സ്റ്റേ ചെയ്യാനുള്ള കംപ്ലീറ്റ് എക്സ്പെൻസും പേഡ് പോയ കമ്പനി. വേൾഡ് ടൂർ പോകണം, അടുത്ത മാസം കൊളംബോക്ക് പോവാണ്. കഴിഞ്ഞ മാസം എല്ലാ വർഷവും ട്രിപ്പ് ഉണ്ട്, ഓരോ രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇത് ലക്ഷറി കാർ ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്റെ 2-3 കൊളീഗ്സ് അവരുടെ ബെൻസുകാർ എടുത്തേക്കണം. സാധാരണ ചെണ്ടകുട്ട് കലാകാരനായ ഒരു വ്യക്തി, സിജി സാർ ഫ്രം പട്ടാമ്പി. അപ്പോ ഒരു കാറിന് സെയിൽസ്മാനായ കോഴിക്കോടായ വ്യക്തി ജിത്തു ചന്ദ്രൻ, അദ്ദേഹം ബെൻസ് ഒരാളല്ല 100 കണക്കിന് ആളെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞു. ഏറ്റവും ലക്ഷറീസ് കാർ. ദെൻ ഡ്രീം ഹൗസ് ബോണസ്, വീട് വെക്കാനുള്ള ഫണ്ട്, അതും ഇതിന്റെ കൂടെ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്കിന്റെ കാര്യം. നമുക്ക് വേഗത്തിൽ പോകാം. എന്താണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ്, 100% മണി ബാക്ക് ഗ്യാരണ്ടി, എല്ലാ പ്രൊഡക്റ്റിനും 30% ഡിസ്കൗണ്ട്, 10% ഫ്രീ പ്രൊഡക്റ്റ്, ലോയൽറ്റി. പിന്നെ 6ാമത്തെ പോയിന്റ് നോക്കുക, 3 ഷെയർ ക്രെഡിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ഫ്രം ഇനീഷ്യൽ പർച്ചേസ്. ഈ മാസം തൊട്ട്, ഏപ്രിൽ മാസം തൊട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കമ്പനി ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചേക്കാം. 1 ഷെയറോ 2 ഷെയറോ 3 ഷെയറോ 6 ഷെയർ വരെ വാങ്ങിച്ചെടുക്കാം. അതാണ് അടുത്ത പോയിന്റ്. ഇവിടെ നോക്കുക, ഒരു 5400 രൂപ DP പ്രൈസ് ഉള്ള 6400 രൂപ MRP ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പൊ ആ പ്രൊഡക്റ്റിന് 6450 കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി പ്രിഫർഡ് കസ്റ്റമർ ആയതുകൊണ്ട് നിങ്ങൾക്ക് 5400 കിട്ടി ഉണ്ടോ? അല്ല, അഡ്വൈസർ ആയാലും നിങ്ങൾക്ക് 5400 ലഭിക്കും. അപ്പൊ എന്ത് ഡിസ്കൗണ്ട് കിട്ടും? പുറത്തെ കടയിൽ ഡിസ്കൗണ്ട് കിട്ടുമോ? ഇല്ല. ഗ്യാരണ്ടി കിട്ടുമോ? ഇല്ല. ഇവിടെ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കൊടുത്തു, ഡിസ്കൗണ്ട് 20% കൊടുത്തു. അപ്പൊ 1050 രൂപ ആ ബെനിഫിറ്റ്. ഇത് ഈ ഒരു ഭാഗം പഠിക്കേണ്ട കാര്യമുള്ളൂ. എന്ത് കിട്ടുമെന്ന് അറിയണം. ഓഫർ നോക്കുക. പുറത്തെ കടയിൽ നമുക്ക് ഓഫർ ഇല്ല, ഇവിടെ നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. അത് 6000 രൂപയാണെങ്കിൽ നമുക്ക് 600 രൂപ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. ക്യാഷ് ബാക്ക് നോക്കുക, 3 ഷെയർ. സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുക, ആ വാങ്ങിക്കുന്നതിന് ഷെയർ ലഭിക്കുക. ഈ മാസം തൊട്ട് ഷെയറും കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, 3 ഷെയർ ആകുമ്പോഴത്തേക്ക് 3 × 9 270 രൂപ നമുക്ക് ഷെയർ ആയിട്ട് ലഭിച്ചു. ലോയൽറ്റി 20% ലോയൽറ്റി, 1050 രൂപ ലോയൽറ്റി ലഭിച്ചു. മൊത്തം 56% ഇതുകൊണ്ട് മാത്രം നമുക്ക് വരവായി കിട്ടി. കണ്ടോ? മറ്റുള്ള ഇങ്ങനത്തെ പ്രവേശിച്ചിട്ടില്ല. പർച്ചേസ് ചെയ്യുന്നതിനോട് ഒരു അഡ്വൈസർക്ക് 56%, അതായത് 3030 രൂപയ്ക്ക് ലഭിച്ചു 6450 രൂപ പ്രൊഡക്റ്റ്. ഓക്കെ, ഈ ഭാഗം ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതാണ് ഒരു മോദിക്കർ ഷോപ്പും പുറത്തുള്ള ഷോപ്പുള്ള വ്യത്യാസം. സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ ചെലവ് നിങ്ങൾക്ക് വരവായിട്ട് മാറുകയാണ് കേട്ടോ. ഈ ഡെയിലി യൂസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം കൂടുന്നു. ഈ ആ അഡ്വൈസർക്ക് എന്താണ് കിട്ടുന്നത് ജസ്റ്റ് കാണിച്ചു തരാം.
അദ്ദേഹത്തിന് ആക്ടിവേഷൻ ബോണസ് കിട്ടും. ഉണ്ടോ? നേരത്തെ പറഞ്ഞ ആ ഷെയറുകൾ ലഭിക്കും. അദ്ദേഹം ഒരു 100 പോയിന്റ് വാല്യൂവിനെ പ്രൊഡക്റ്റ് 6000 പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ അതിന് 3 ഷെയർ ലഭിക്കും. അദ്ദേഹം 4 വ്യക്തികൾ അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ അവരിലൂടെ അവർക്ക് അതിന് ഷെയറും, 2 പേര് കൂടുന്ന 1 ഷെയർ, 3 പേര് കൂടുന്ന 2 ഷെയർ, 4 പേര് കൂടുന്നാൽ 3 ഷെയർ ലഭിക്കും. അങ്ങനെ 6 ഷെയർ അദ്ദേഹം ലഭിച്ചു. ഇവിടെ എന്ത് കിട്ടി നോക്കി, അതിന് 6 ഷെയർ ലഭിച്ചതിലൂടെ തന്നെ അദ്ദേഹം 100 രൂപ ചെയ്തെങ്കിൽ അതിന് 3 ഷെയർ മാത്രമേ ലഭിക്കുള്ളൂ. 4 ഫ്രണ്ട്സിനെ കൊണ്ടുവന്നുകൊണ്ട് അതിന് കമ്പനി അഡീഷണൽ ആയിട്ട് 3 ഷെയർ കൊടുക്കാൻ തയ്യാറായി. 6 ഷെയർ ലഭിച്ചു. ഇതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതിന് 540 രൂപ ഉണ്ടോ? 90 × 6 540 രൂപ ആ വരവും. അദ്ദേഹം ഒരു ഫസ്റ്റ് മാസം തന്നെ 300 PV കവർ ചെയ്തുകൊണ്ട് അതിന് FSP ഓഫർ, ഫാസ്റ്റ് സ്റ്റാർട്ടർ പ്രോഗ്രാം ഉണ്ട്. 300 രൂപ എത്തിയ ആൾക്ക് മാത്രം 750 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അങ്ങനെ അടക്കം 1290 രൂപ ഓഫർ ലഭിച്ചു. എത്ര മനോഹരം നോക്കി. ഇനി അദ്ദേഹത്തിന് നമ്മൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട പൊസിഷനാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ 2 പേര് നേരത്തെ പറഞ്ഞ പോലെ 6 ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാരായിട്ട് അടുത്ത മാസം അദ്ദേഹം മാറ്റിയെടുത്തു. 2 പേര് 100 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അവർക്ക് 3 ഷെയർ ലഭിച്ചു. ഇവിടെ അദ്ദേഹം ഡയറക്ടർ റാങ്കിലേക്ക് പോയി. ഡയറക്ടർ റാങ്കിലേക്ക് പോയി. അപ്പൊ സംഭവിച്ചെന്താ? 2 വരുമാനം അതിന് കിട്ടിയത്. 2 കാര്യങ്ങൾ. ഒന്ന്, വെഹിക്കിൾ ബോണസ് ലഭിച്ചു. 2, നാഷണൽ ട്രാവൽ ബോണസ് ലഭിച്ചു. വെഹിക്കിൾ ബോണസ് ബൈക്ക് വാങ്ങിക്കാനുള്ള ഫണ്ടും ലഭിച്ചു. ഇന്ത്യ ഒട്ടാകെ കറങ്ങാനുള്ള ഫണ്ടും എക്സ്ട്രാ ലഭിക്കുകയാണ്. കണ്ടാ, ഇതൊരു വലിയ നേട്ടമാണ്. 5340 രൂപ മൊത്തം അദ്ദേഹത്തിന് വരുമാനം ലഭിച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. തുടക്കക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് ഡയറക്ടർ ആയപ്പോൾ അദ്ദേഹത്തിന് ഇൻകം 7170 രൂപ ലഭിച്ചു. കുറച്ചുകൂടി ബെറ്റർ ഇൻകം. ഇത് ഏറ്റവും ചുരുങ്ങിയ വരുമാനം കാണിച്ചിരുന്നു. അതിന് 2 ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് കമ്പനിയുടെ വിദേശ യാത്രാ ട്രിപ്പിനുള്ള ഫണ്ട് കമ്പനി കൊടുത്തു തുടങ്ങി. 2 ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് 2 ഗ്രൂപ്പ് ഡയറക്ടറായി അദ്ദേഹം എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിലേക്ക് മാറി. വിദേശ യാത്രാ ഫണ്ട് ലഭിച്ചു. ഓക്കെ, അങ്ങനെ 8558 രൂപ അത് ലഭിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് 3 ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്താണ് നമുക്ക് കാർ ഫണ്ട് ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 8 മാസം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും അറിയാൻ പോലെ അങ്ങനെ സാധിച്ചത്. അത് ക്യാഷിൽ ഒരു സാധാരണ പാസീവായിട്ട് രീതിയിൽ വർക്കായിരുന്നു. അപ്പൊ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യല. കിട്ടിയ സമയത്ത് വൈകിട്ട് കിട്ടുന്ന ജോലി കിട്ടുന്ന സമയം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഈ സീനിയർ എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്താൻ സാധിച്ചു. ആ ഫണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് 13 ലക്ഷത്തിന്റെ മഹീന്ദ്ര SUV എടുക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞ ഇതൊരു നമുക്ക് ഇൻകം നോക്കി 14,000 കാണിച്ചു. എനിക്ക് ഏതാണ്ട് 40,000 വരുമാനം കിട്ടി. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ വരുമാനം ഇത് കാണിക്കുന്നത്. അതേപോലെ 4 ഗ്രൂപ്പ് ഡയറക്ടർ ആകുമ്പോൾ നമ്മള് പ്ലാറ്റിനം ഡയറക്ടർ അറിയപ്പെടുന്നു. ഈ ലെവലിലാണ് കമ്പനി ഹൗസ് ഫണ്ട് തരുന്നത്. കണ്ടോ, ഹൗസ് ഫണ്ട് നമുക്ക് വീട് വാങ്ങിക്കാനുള്ള ഫണ്ട്. എന്റെ സ്പോൺസർ വ്യക്തി കാലിക്കറ്റ് ഹൈലൈൻ സിറ്റിയില് 1.5 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചേക്കുന്നു. ഈ ഫണ്ട് കൊണ്ട് മാത്രം. പലരും 100 ആൾക്കാർ കേരളത്തില് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരുടെ വീട് വാങ്ങിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ആ വീട് വാങ്ങിക്കാൻ സാധ്യത കൊണ്ടാണ്. അപ്പൊ 1000 ആൾക്കാർ ക്യൂല് നിൽക്കുക അടുത്ത ലൈനിൽ കൊണ്ടുവരും. അപ്പൊ അത്രയും ആൾക്കാരെ ഇന്ത്യ ഒട്ടാകെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് വെക്കാനും കാറ് വാങ്ങിക്കാനും വിദേശയാത്ര പോകാനും സാധിച്ചത് നിസ്സാര കാര്യമല്ല. നമുക്ക് പഠിക്കേണ്ട ലെസണാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വരുമാനം 10,000 അല്ല, 60,000 70,000 മേളിൽ വരുമാനം ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയ 10,000 രൂപ റെഡ് ഡയമണ്ട് ഡയറക്ടർ. ഞാനിപ്പോ ഇതിനകത്ത് ഈ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് കുറച്ച് സമയം കൊണ്ടാണ്, വളരെ കുറച്ച് സമയം കൊണ്ടാണ്. ഈ പ്ലാൻ തുടങ്ങി ശരിക്കും ഒരു 11-12 മാസം അപ്പോഴത്തേക്ക് ഈ ലെവലിൽ എത്താൻ സാധിച്ചു. ഞാൻ പറയാൻ കാരണം ഇത് വളരെ സിമ്പിൾ ടാസ്ക് ആണ്. നമുക്ക് ഒരു 56,000 തൊട്ട് 1.5 ലക്ഷം വരെ വരുമാനം ഈ ലെവലിൽ കിട്ടും ഡയമണ്ട് ഡയറക്ടർ. പഠിക്കേണ്ട ലെസൺ അത്. നമുക്കപ്പോ ഡയമണ്ട് ബോണസ് ഒരു എക്സ്ട്രാ ലഭിക്കും. ഡബിൾ ഡയമണ്ട് നമ്മള് 1.3 lakhs തൊട്ട് ഒരു 5 lakhs വരെ എങ്കിലും കിട്ടുന്ന പൊസിഷനാണ് ഡബിൾ ഡയമണ്ട് പറയുന്നത്. ഇങ്ങനെ കമ്പനിയുടെ ലെവലില് കണ്ടോ ഇത്രയും വ്യത്യസ്തമായ 12 തരത്തിലുള്ള ബെനഫിറ്റ്സ് നമുക്ക് ലഭിക്കാൻ. ഇത് പഠിക്കേണ്ട ലെസൺ അത്. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യം ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ
നമുക്ക് പഠിക്കേണ്ട ലെസൺ ഉണ്ട്. അതായത് ഇഫ് നോട്ട്, നമ്മൾ സ്വയം ആൻസറിന്റെ കാര്യമുണ്ട്. ഇഫ് നോട്ട് മോദിക്കർ ദെൻ വാട്ട്? മോദിക്കരല്ലേ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇഫ് നോട്ട് യു ദെൻ ഹൂ? നിങ്ങളല്ലേ പിന്നെ ആരും ചെയ്യുക? ഇഫ് നോട്ട് നൗ ദെൻ വെൻ? ഞാനൊരു തീരുമാനം എടുക്കാൻ കാരണതാ. എനിക്കറിയാം ഇത് ഈ പ്ലാനിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത് ചെയ്യാൻ പറ്റാത്ത ആരും ഭൂലോകത്തില്ല. ഞാൻ ചെയ്ത് തുടങ്ങിയ സമയത്താണ് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അത് അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല, അവർക്കത് അറിയാത്തതുകൊണ്ടാണ്. നല്ല കമ്പനിയെ ചീത്ത കമ്പനിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇത് 30 വർഷം ഇന്ത്യയിലുണ്ട്. ഇത് അത്രയധികം ആൾക്കാർ വിജയിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഗർഗർ ആസാദി ഏപ്രിൽ മാസം തൊട്ട് ലോഞ്ച് ചെയ്തേക്കാണ്. ഇത് കാണിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള വലിയൊരു തരംഗം കാണിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ സമ്പന്നന്മാരാക്കിയത്. സത്യം ദയവീത് എല്ലാവരും മനസ്സിലാക്കുക. ഇത് വരുന്ന 5-6 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകളെ സമ്പന്നന്മാർ ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മോദിക്കർ മാറുകയാണ്. മോദിക്കർ ഈസ് എ ക്യാഷ് റിച്ച് കമ്പനി. അത്രയധികം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കമ്പനി ഉണ്ടാക്കുന്നത്. അത്രയും ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വേറെ ആരും തന്നെ ഇല്ല. ഗവൺമെന്റിന്റെ എല്ലാ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു. 2018 മുതല് കേരള ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും മുഴുവൻ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. ആ റേഞ്ചിൽ വന്ന ആദ്യത്തെ കമ്പനി മോദിക്കറാണ്. എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യം. ഗർഗർ ആസാദി വരാൻ പോകുന്ന ഇപ്പൊ ഷെയർ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നീക്കങ്ങള് അണ്ടാ ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഞങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. നിങ്ങളുടെ കൂടെ 4 സ്റ്റെപ്പ് വെക്കാൻ സമീപസാറുണ്ട്. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക. ഇത് ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഈ പ്ലാൻ പ്രസന്റേഷന്റെ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ള എല്ലാവരെയും വീണ്ടും വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓക്കെ.